PS റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശനിയാഴ്ച അതായത് 9/11/2024 നടന്ന സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് LSGA എന്നുള്ള PSC നടത്തിയ പരീക്ഷയുടെ പേപ്പർ 2വിൻ്റെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസറൊക്കെയാണ് വായിക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി കോഡ് 571/2023. ഈ ആൻസർക്ക് പ്രകാരം നിങ്ങളുടെ സ്കോറ് കമൻസിൽ ഇടുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, 1848 ദത്തപഹാര നയപ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യം സത്താറ. ഇനി 2, ഇന്ത്യൻ കൗൺസിൽ നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി 1861 പോർട്ട്ഫോളിയോ സംവിധാനം കൊണ്ടുവന്നത് D. കാനിങ് പ്രഭു. 3, താഴെ പറയുന്നവയിൽ ഏതാണ് 1862 കൗൺസിലിലേക്ക് ലോർഡ് കാനിങ് നാമനിർദ്ദേശം ചെയ്യാത്തത്? C ആണ് മൈസൂരിലെ മഹാരാജാവ്. 4, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ഇലക്ട്രേറ്റ് ഏർപ്പെടുത്തിയ നിയമം? D. മിൻറ്റോ മോർലി പരിഷ്കരണ നിയമം 1909. 5, ഡയാർക്കി സമ്പ്രദായ ഭരണം നടപ്പിലാക്കിയത് ആരാണ്? B ആണ് മോണ്ടസ്ക്യൂ ചെംസ്ഫോർഡ്. 6, സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടിയെടുക്കുമെന്ന് പറഞ്ഞത് ആരാണ്? A. ബാലഗംഗാധര തിലക്. 7, ഏത് ഹൗസിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ അവതരിപ്പിച്ചത്? A. ഹൗസ് ഓഫ് കോമൺസ്. ഇനി 8, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? A ആണ് സാമ്പത്തിക ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം അർത്ഥശൂന്യമാണെന്ന് അംബേദ്കർ വിശ്വസിച്ചു. 9, താഴെ പറയുന്നവരിൽ ആരാണ് ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിൽ അംഗമല്ലാത്തത്? B. വില്യം ബെന്റിക് പ്രഭു. 10, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ? C ആണ് ചെംസ്ഫോർഡ് പ്രഭു. 11, ഗാന്ധി ഓൾ ഇന്ത്യ ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ് രൂപീകരിച്ച വർഷം? C 1932. 12, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം? A ആണ് ഐക്യം, വിശ്വാസം, ത്യാഗം. ഇനി 13, സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ചത്? A. ഗോപാലകൃഷ്ണ ഗോഖലെ. 14, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ? C. സച്ചിദാനന്ദ സിൻഹ. 15, 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിൻ്റെ ഏത് സവിശേഷതയാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കാത്തത്? C. പ്ലൂറൽ എക്സിക്യൂട്ടീവ്. ഇനി 16 ചോദ്യം, കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24 ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി? B. ചൈന. ഇനി 17, മാച്ച് ദ ഫോളോയിങ് ആണ്. അതിന് ഒന്നാമത്തേന് ഇടതുവശത്ത് ഒന്നാമത്തേന് വലതുവശത്തുള്ളതിൽ രണ്ടാമത്തേന് ഒന്നാമത്തെ, മൂന്നാമത്തേന് 4, നാലാമത്തേന് 3, അതായത് B ആണ് ഉത്തരം. 18, പൊതുമേഖലാ നിക്ഷേപത്തിൻ്റെ പ്രാധാന്യം ആദ്യമായി വെട്ടിക്കുറച്ച പഞ്ചവത്സര പദ്ധതി? C 9. 19, 1969 MRTP നിയമത്തിന് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? അത് C ആണ്, ആസാം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനവും ഉൾക്കൊള്ളുന്നുള്ളത്. C ആണ് ഉത്തരം. 20, ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പരിഗണിക്കുക. എന്നിട്ട് ഏതാണ് ശരി എന്നുള്ളതാണ്. അപ്പോൾ 2, 3, 4 ആണ് ശരിയായിട്ട് തന്നേക്കണത്. D ആണ് ഉത്തരം. ഇനി 21, നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായി താഴെ പറയുന്നവയിൽ ഏതാണ് പരിഗണിക്കാത്തത്? അത് C ആണ്, പഞ്ചവത്സര പദ്ധതികളിൽ സർക്കാരിൻ്റെ നിക്ഷേപ പദ്ധതികൾ നിർദ്ദേശിക്കുക എന്നുള്ളത്. 22, 1949 ബംഗാൾ ക്ഷാമം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്? A ആണ്, ബംഗാളിലും സമീപ പ്രദേശങ്ങളിലും ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ വൻ ഇടിവ് എന്നുള്ളത്. 23, ഇന്ത്യയിലെ ഹരിത വിപ്ലവം? അത് 1, 2, 4 ശരിയാണ്. നെല്ലിൻ്റെ വിളവ് മുരടിച്ചെങ്കിലും ഗോതമ്പിൻ്റെ വിളവ് ഗണ്യമായി മെച്ചപ്പെടുത്തി. പിന്നെ കീടനാശിനികളുടെ അമിത ഉപയോഗം. പിന്നെ 4, കാർഷിക മേഖലയിലെ വർദ്ധിച്ച അസമത്വം. പിന്നെ തെറ്റ് 3ാമത്തെയാണ്, HYV വിത്തുകൾ ഭൂഗർഭജലത്തിൻ്റെ ഓപ്റ്റിമൈസ് ഉപയോഗം എന്നുള്ളത്, അതായത് D ആണ് ഉത്തരം. ഇനി 24, ഇന്ത്യയിൽ താഴെ പറയുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പരിഗണിക്കുക. അപ്പോൾ 4 പദ്ധതികൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഈ സ്കീമുകളുടെ കാലക്രമം നൽകിയിരിക്കുന്നത് 1, 3, 2, 4, അതായത് ആദ്യം 1ാമത്തെ, പിന്നെ 3, പിന്നെ 2, പിന്നെ 4, അതായത് A ആണ്. 25, ഇന്ത്യയിലെ ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗിക പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ? 4ാമത്തെയാണ്, ബ്ലൂ പ്രിൻറ്റിൻ്റെ അഭാവം എന്തു ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും ഉദ്യോഗസ്ഥർക്ക് നിശ്ചയമില്ലായിരുന്നു. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്, അത് B ആണ്. ഇനി 26, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയിലെ വ്യവസായവൽക്കരണത്തിന് താഴെ പറയുന്നതിൽ ഏതാണ് തെറ്റ്? അപ്പോൾ C ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഇനി 27, ഇന്ത്യൻ രൂപ A ആണ്, കറൻറ്റ് അക്കൗണ്ടിൽ മാത്രം മാറ്റാവുന്നതാണ്. ഇനി 28,
MOSPI ഇന്ത്യ ഗവൺമെൻറ് ആനുകാലിക ലേബർ ഫോഴ്സ് സർവേ പ്രകാരം സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്ക് താഴെ പറയുന്ന പ്രവണത പിന്തുടരുന്നു. അപ്പോൾ ഡി ആണ് 2018 അപേക്ഷിച്ച് 2012-22 2018 അപേക്ഷിച്ച് 2012-22 ഗ്രാമീണ നഗര മേഖലകളിൽ വർദ്ധിച്ചു എന്നുള്ളത്. ഇനി 29 മാച്ച് ദ ഫോളോയിങ് ആണ്. ഒന്നാമത്തെ അരവിന്ദ് പനഗരിയ എന്നുള്ളതിന് ധനകാര്യ കമ്മീഷൻ, രണ്ടാമത്തെ MS സ്വാമിനാഥൻ എന്നുള്ളത് ഹരിത വിപ്ലവം, മൂന്നാമത്തെ വർഗീസ് കുര്യൻ എന്നുള്ളത് ധവള വിപ്ലവം, നാലാമത്തെ BVR സുബ്രഹ്മണ്യം എന്നുള്ളത് നീതി ആയോഗ്. അപ്പോൾ ഡി ആണ്. 30 ഇന്ത്യയിലെ മരണങ്ങളിലെ രോഗങ്ങളുടെ ഭാരം നിലവിൽ താഴെ പറയുന്നവയിൽ ഏതാണ് പിന്തുടരുന്നത്? ബി ആണ്. സാംക്രമിക രോഗങ്ങളുടെ ഭാരം സാംക്രമികമല്ലാത്ത രോഗങ്ങളെക്കാൾ കുറവാണെന്നുള്ളത്. ഇനി 31ാമത്തെ ലഖ്പതി ദീദി സ്കീമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ തെറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെയാണ്, എ ആണ് ഉത്തരം. 32 നബാർഡിൻ്റെ 21-22 വർഷത്തേക്ക് അടുത്തിടെ പുറത്തിറക്കിയ ഓൾ ഇന്ത്യ റൂറൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സർവേ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? അത് ബി ആണ്. ഗ്രാമീണ കാർഷിക മേഖലയിൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ഉപകരണമായി കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉയർന്നു എന്നുള്ളത്. ഈ 33ാമത്തെ ചോദ്യത്തിൻ്റെ ഏത് സ്കീമിനാണ് ഇത് ഇവിടെ തന്നിരിക്കുന്നത് അനുയോജ്യമായത്? അത് സി ആണ്. MGNREGA എന്നുള്ള സി ആണ് ഉത്തരം. ഇനി 34ാമത്തെ ചോദ്യം അന്ത്യോദയ മിഷനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അപ്പോൾ ഇവിടെ 3 പ്രസ്താവനകൾ തന്നിട്ട് അതിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. അത് 3ഉം ശരിയായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡി ആണ് ഉത്തരം. ഈ 35 പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ്റെ ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? അത് രണ്ടാമത്തെ റോഡുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, മൂന്നാമത്തെ ഹോസ്റ്റലുകളുടെ നാലാമത്തെ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കൽ, ആറാമത്തെ അങ്കണവാടികളുടെ നിർമ്മാണം അതായത് സി ആണ്. 36 വികേന്ദ്രീകൃത ആസൂത്രണത്തിനായുള്ള ജനകീയ ക്യാമ്പയിൻ 1996 ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ ആരംഭിച്ചു. ഡി ആണ്. 37 ഇന്ത്യൻ ദാരിദ്ര്യരേഖയെ ദരിദ്രരേഖയായി കണക്കാക്കിയത് സി ആണ്. ജീൻ ഡ്രസി എന്നുള്ളത്. 38 മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അളക്കുന്നതിനുള്ള സൂചകമല്ലാത്തത് താഴെ പറയുന്നതിൽ ഡി തൊഴിൽ നിലയാണ്. ഇനി 39ാമത്തെ ഇവയിൽ ഏതാണ് നബാർഡിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ ആണ് അതിൻ്റെ ഉത്തരം. ഇനി 40 താഴെ പറയുന്നവ പരിഗണിക്കുക. ഇവിടെയും 2 ഇത് തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഒന്നാമത്തേന് 4, രണ്ടാമത്തേന് 1, മൂന്നാമത്തേന് 3, നാലാമത്തേന് 2 അതായത് എ ആണ് ഉത്തരം. 41 ബിഗ് പുഷ് തിയറി നിർദ്ദേശിച്ചത് സി. റോസൻസ്റ്റീൻ റോഡൻ എന്നുള്ള സി ആണ് ഉത്തരം. ഇനി 42 ഇന്ത്യയിലെ പൊതുവിതരണ സംവിധാനത്തിന് കീഴിൽ വരാത്ത ഇനങ്ങൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഡി ബജ്രയാണ്. ഇനി 43 ഇന്ത്യയിലെ മൈക്രോ ഫിനാൻസിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 4 പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഡി ആണ് ഉത്തരം. 1, 2, 3, 4 എന്നുള്ളത്. ഇനി 44 PRIയുടെ ത്രിതല ഘടന ആദ്യമായി അവതരിപ്പിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏത് കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തത്? ബി ആണ്. ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റി. 45 ഡിജി സക്ഷമിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അപ്പോൾ 3 പ്രസ്താവന എന്നതിൽ 1ഉം 2ഉം മാത്രം എ ആണ് ഉത്തരം. തൊഴിൽ മന്ത്രാലയത്തിൻ്റെ മൈക്രോസോഫ്റ്റ് ഇന്ത്യയുടെ സംയുക്ത സംരംഭമാണെന്നുള്ളതും യുവാക്കളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു എന്നുള്ളതും എ ആണ് ഉത്തരം. ഇനി 46ാമത്തെ ഗ്രാമസഭയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന 3ഉം ശരിയാണ്. അപ്പോൾ സി ആണ് ഉത്തരം. ഇനി 47ാമത്തെ ചോദ്യത്തിന് ഇവിടെ തന്നിരിക്കുന്നതിൽ മഹാത്മാഗാന്ധിയാണ് പറഞ്ഞിട്ടുള്ളത് വിഭാവനം ചെയ്യുന്നത്. ഇനി 48ഉം മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ ഒന്നാമത്തേന് 3ഉം രണ്ടാമത്തേന് 1ഉം മൂന്നാമത്തേന് 2ഉം നാലാമത്തേന് 4 തന്നെ അതായത് എ ആണ് ഉത്തരം. ഇനി 49ാമത്തെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയിൽ ഭരണപരമായ വികേന്ദ്രീകരണം പരിഗണിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടത്തെ പ്രേരിപ്പിച്ചതെന്ത്? സി ആണ്. 1857 കലാപത്തിന് ശേഷം കടുത്ത സാമ്പത്തിക സമ്മർദ്ദം എന്നുള്ളത്. 50 ആർട്ടിക്കിൾ 143 ടിയുടെ പ്രാഥമിക ലക്ഷ്യം എ ആണ്. മുനിസിപ്പാലിറ്റികളിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുക. 51 കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ പ്രധാന പ്രവർത്തനം എ ആണ്. പ്രാദേശിക ഭരണത്തെക്കുറിച്ചുള്ള മികച്ച രീതികൾ പ്രചരിപ്പിക്കുന്നതിനെ രേഖപ്പെടുത്തുക. ഇനി 52 കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം കൃത്യമായി പ്രതികരിക്കുന്നത് ഏതാണെന്നുള്ളത്. അപ്പോൾ ഡി ആണ്. 941 ഗ്രാമപഞ്ചായത്തുകൾ എന്നൊക്കെയുള്ളത്. അപ്പോൾ ഡി ആണ് അതിൻ്റെ ഉത്തരം. ഇനി 53ാമത്തെ മുനിസിപ്പാലിറ്റികളുടെ ചുമതലകൾ കൈകാര്യം ചെയ്യുന്ന 12ാം ഷെഡ്യൂൾ സംസ്ഥാന ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡി ആണ്.
ഇനി ഇതും അടുത്തതും 54-ാമത്തെയും മാച്ച് ദ ഫോളോയിങ് ആണ്. അത് ബി ആണ് ഉത്തരം. 1-ന് 2, രണ്ടാമത്തേന് 4, മൂന്നാമത്തേന് 1, നാലാമത്തേന് 3. അതായത് ബി ആണ് ഉത്തരം. 55 ഇന്ത്യയിലെ വികേന്ദ്രീകൃത ഗവൺമെൻറ്റിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്ഥാനങ്ങൾ ഏതാണ് ശരി? ശരിയായിട്ടുള്ളത് 1, 2, 3 ആണ്. അതായത് സി ആണ് ഉത്തരം. ഇനി 56 ഏത് തരത്തിലുള്ള വികേന്ദ്രീകരണമാണ് പ്രാദേശിക കൗൺസിലുകൾക്ക് നയവും നിയമനിർമ്മാണ അധികാരങ്ങൾ കൈമാറുന്നത്? എ ആണ് രാഷ്ട്രീയ വികേന്ദ്രീകരണം. 57 ഗുപ്ത കാലഘട്ടത്തിൽ പട്ടണങ്ങളുടെ ഭരണത്തിൻ്റെ ഉത്തരവാദിത്തം ആർക്കായിരുന്നു? ബി ആണ് കേന്ദ്ര നിയമ പർപ്പൽ. ഇനി 58 74-ാം ഭേദഗതി നിയമത്തിൻ്റെ വ്യവസ്ഥ അല്ലാത്തത് ഡി ആണ്. ഇനി 59 ഏതായിരുന്നു ആ നിയമം എന്നുള്ളത്? ഏത് ഗ്രാമത്തിലായിരുന്നു അത്? ഏത് പഞ്ചായത്ത് രാജിൻ്റെ ത്രിതല വ്യവസ്ഥ നൽകുന്ന നിയമം പാസ്സാക്കിയത്? ബി മധ്യപ്രദേശിലാണ്. 60 ഇന്ത്യയിലെ വികേന്ദ്രീകരണ പരിഷ്കാരങ്ങളെ കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായത്? മൂന്നാമത്തെ മാത്രമാണ് ശരി, അതായത് സി ആണ്. ഇനി 61-ാമത്തേന് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ഏതാണ് ശരി എന്നുള്ളത്? ഒന്നാമത്തെയും മൂന്നാമത്തെയാണ്, അതായത് സി ആണ് ഉത്തരം. ഇനി 62 ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം വിഭാവനം ചെയ്ത PURA മോഡൽ സൂചിപ്പിക്കുന്നത്? ബി ആണ് ഇന്ത്യയിലെ ഗ്രാമനഗര വിഭജനം നികത്തൽ എന്നുള്ളത്. ഇനി 63 റൂർബൻ എന്ന പുതിയ കേരള നാണയം സൂചിപ്പിക്കുന്നത്? ബി ആണ് രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ഗ്രാമനഗര പ്രദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കുറവാണെന്നുള്ളത്. ബി ആണ് ഉത്തരം. ഇനി 64 വികേന്ദ്രീകരണ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ താഴെ പറയുന്നത് ഉൾപ്പെട്ടിട്ടില്ലാത്തത് 1, 3, 5 ആണ്, അതായത് ഡി ആണ്. ഇനി 65-ാമത്തെ 3 പ്രധാന ഘടകങ്ങൾ 1, 3, 5 ആണ്, അതായത് സി ആണ് ഉത്തരം. ഇനി 66 താഴെ പറയുന്ന ജോഡികൾ ഇതൊന്നും അല്ല ശരിയായി പൊരുത്തപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഇതൊന്നുമല്ല, ഡി ആണ്. ഇനി 67 ജില്ലാ ആസൂത്രണ സമിതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരി ചോദിച്ചിരിക്കുന്നത് മൂന്നാമത്തെയും നാലാമത്തെയാണ്, അതായത് ഡി ആണ്. 68 കേരളത്തിലെ മൊത്തം വിളവെടുപ്പ് പ്രദേശം എ ആണ് ഉത്തരം. 74.24% 77.72% വർദ്ധിച്ചു എന്നുള്ളത്. ഇനി 69 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്താണ് ചോദിച്ചിരിക്കുന്നത്. അത് രണ്ടാമത്തെയും നാലാമത്തെയാണ്, എ ആണ് ഉത്തരം. ഇനി 70-ാമത്തെ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ശരിയല്ലാത്തത് ബി ആണ്, രണ്ടാമത്തെ മാത്രം. ഇനി 71 മാച്ച് ദ ഫോളോയിങ് വ്യത്യസ്ത ജോഡികൾ നൽകിയിരിക്കുന്നു. അപ്പോൾ അതിൽ ശരിയായി പൊരുത്തപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ സി ആണ്, ഒന്നാമത്തെയും നാലാമത്തെയും മാത്രം. ഇനി 72-ാമത്തേൻ്റെ ഉത്തരം മൂന്നാമത്തെയാണ്, ഏതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളത്? സി ആണ് ഉത്തരം. ഇനി 73-ൻ്റെ ഡി ആണ്, ഗ്രാമീണ നഗര കുടിയേറ്റം കുറയ്ക്കുന്നതിനെന്നുള്ളത്. 74-ാമത്തേന് സി ആണ്, ബിരുദം സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള സാധ്യത മെച്ചപ്പെടുത്തും എന്നുള്ളത്. ഇനി 75-ൻ്റെ ഉത്തരം വിശദീകരിക്കുന്നത് സി ആണ്, ഗാർഹിക തലത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത്. ഇനി 76-ാമത്തേന് പ്രബലമായ ക്രമീകരണം ബി ആണ്, കുടുംബങ്ങൾ. ഇനി 77-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ആണ്, ജാതി വിവേചനത്തിൻ്റെ സാമൂഹിക സ്വഭാവം എന്നുള്ളത്. 78 വിശാലമായ കാഴ്ചപ്പാടിനെ എ ആണ്, ഗ്രഹത്തെ സംരക്ഷിക്കുകയും ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത്. ഇനി 79-ന് ഉത്തരം ബി ആണ്, ഉപജീവന സുരക്ഷ കൈവരിക്കുന്നതിന് പാവപ്പെട്ട സ്ത്രീകളെ അണിനിരത്തുക എന്നുള്ളത്. 80-ാമത്തേന് ബി ആണ്, സ്ത്രീകൾക്ക് തൊഴിൽ വിപണിയിൽ പ്രവേശിക്കുന്നതിനുള്ള പരിശീലനം. ഇനി 81-ാമത്തെ എ ആണ്, പുതിയ ബന്ധങ്ങൾ രൂപീകരിക്കുന്നതിലൂടെ എന്നുള്ളത്. 82-ൻ്റെ ഉത്തരം സി ആണ്, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയുള്ള ബഡ്ജറ്റ് എസ്റ്റിമേറ്റുകളും യഥാർത്ഥ ചെലവുകളും എന്നുള്ളത്. 83-ൻ്റെ ഉത്തരം SHGകളിൽ സംഘടിപ്പിക്കപ്പെട്ട സ്ത്രീകൾ വിവര അസിമെട്രി പരിഹരിക്കുന്നു എന്നുള്ളത്. 84-ന് 3 പ്രസ്ഥാനങ്ങളിൽ എ ആണ്, എയും ബിയും ആണ്, അതായത് ഡി ആണ് ഉത്തരം. ഇനി 85-ാമത്തെ നീതി ആയോഗിൻ്റെ സംരംഭങ്ങൾ 1, 2, 3 ആണ്, ഈ അമൃതും പിന്നെ മെത്തനോൾ സമ്പദ് വ്യവസ്ഥ, പിന്നെ മൂന്നാമത്തെ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ജീവിതശൈലി, അതായത് ബി ആണ്. ഇനി 86-ൻ്റെ ഉത്തരം ബി, രണ്ടാമത്തെയാണ് ഉള്ളത്. 87-ന് 1, 3 ആണ്, സി ആണ് ഉത്തരം. ഇനി 88-ന് ശരിയായിട്ടുള്ളത് 2, 3, 4 ആണ്, അതായത് സി ആണ് ഉത്തരം. ഇനി 89-ന് സി ആണ്, മൂന്നാമത്തെയും നാലാമത്തെയും മാത്രം. 90-ന് എ ആണ്, 1, 2 മാത്രം എന്നുള്ളത്. 91-ന് ഡി ആണ് ഉത്തരം, 1, 4 മാത്രം എന്നുള്ളത്. 92-ന് ബി ആണ്, 1, 2, 3 മാത്രം 4 പ്രസ്താവനകളിൽ. 93-ന് സി ആണ്,
94-ന് ഡി ആണ് ഇ ഗ്രാം സ്വരാജ് എന്നുള്ളത്. 95-ന് ബി ആണ് ഉത്തരം. ഇനി 96 ഡി ആണ് പേയ്മെൻറ്റ്. 97 എ ആണ് സേവന നിലവാരം. 98 സി ആണ്. 99